ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് ഈ ഒരു മാക്രമേ സ്പൈറൽ റീത്ത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3mm മാക്രമേ കോഡും പിന്നെ ഒരു സ്റ്റീൽ റിങ്ങുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റീൽ റിങ്ങിന്റെ റൗണ്ട് നമ്മുടെ മാക്രമേ കോഡ് വെച്ചിട്ട് ഒന്ന് അളവായിട്ട് എടുക്കാം. അതായത് ഇതുപോലെ നമ്മളൊരു എൻഡിൽ നിന്ന് തുടങ്ങിയിട്ട് ആ ഒരു എൻഡിലേക്ക് തന്നെ നമ്മുടെ മാക്രമേ കോഡിനെ ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ റിങ്ങിനെ ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പം നമുക്ക് റിങ്ങിന്റെ അളവ് കിട്ടും. ഇപ്പം ഞാനിവിടെ അളവായിട്ട് കണക്കാക്കിയിട്ടുള്ളത് നമ്മുടെ സ്റ്റീൽ റിങ് ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഭാഗം ഇതാണ് നമ്മുടെ അളവ്. ഇനി നമുക്ക് ഈ ഒരു അളവ് പിടിച്ചിട്ട് 9 ടൈംസ് ഇതുപോലെ നീളത്തിൽ ഒന്ന് കോഡിനെ ചുറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കോഡ് നമുക്ക് കറക്റ്റായിട്ട് എത്ര വേണം എന്നുള്ളത് കിട്ടും എന്നാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇനി നമുക്ക് സെന്റർ എടുക്കാം. അതായത് നമ്മളിപ്പോൾ 9 ടൈംസ് ചുറ്റിയിട്ടുള്ള ആ ഒരു കോഡിന്റെ സെന്റർ പോർഷൻ എടുത്തിട്ട് ഒരു ടൈ ചെയ്ത് കൊടുക്കാം നമ്മളുടെ റിങ്ങിലേക്ക്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും അറിയണ നോർമൽ ടൈ ആണ്. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മുറുക്കിയിട്ട് അവിടെ ടൈ ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾക്ക് ചെയ്യാനുള്ള പാറ്റേൺ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ കോഡിന്റെ 2 എൻഡും നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്തിട്ട് വെക്കാം. ഇതുപോലെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യാം. അതിനു വേണ്ടി ഞാനിവിടെ റൈറ്റ് സൈഡിലുള്ള കോഡ് എടുത്തിട്ട് ഈ ഒരു റിങ്ങിന് മുകളിലൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുത്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിലെ കോഡിനെ നമ്മുടെ റൈറ്റ് സൈഡിലെ കോഡിന് മുകളിലൂടെ എടുത്തതിന് ശേഷം റിങ്ങിന് താഴെ കൂടെ എടുത്തിട്ട് ആ ഒരു ലൂപ്പിനകത്ത് കൂടെ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒന്നും കൂടെ പറയാം. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഏതൊരു ഭാഗത്തു നിന്നാണോ സ്റ്റാർട്ട് ചെയ്യണത് ആ ഒരു ഭാഗത്ത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യം ഞാനിവിടെ റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലാണ് വീണ്ടും ചെയ്യണത്. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കോഡ് വെച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡിലുള്ള കോഡിനെ റൈറ്റ് സൈഡിലെ കോഡിന് മുകളിലൂടെ കൊടുത്തതിന് ശേഷം നമ്മുടെ റിങ്ങിന് താഴെ കൂടെ എടുത്തിട്ട് ലൂപ്പിനകത്ത് കൂടെ ഒന്ന് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ കെട്ടിയിട്ടുള്ള ഈ ഒരു മാക്രമേ കോഡിൻ്റെ എൻഡ് കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പക്ഷേ ഇത്തിരി ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് ഇത്. കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ലൊരു പാറ്റേൺ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഒരു 4 ടൈംസ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സ്പൈറൽ ഫോം ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നമുക്കിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഞാനിങ്ങനെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ 8th മുതൽ ഞാൻ ഗൈഡിൻ്റെ ലീഡറായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു മാക്രമേ കോഡ് വെച്ചിട്ട് ചെയ്യാനുള്ള ഒത്തിരി വർക്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് മാക്രമേ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര എളുപ്പമായിരുന്നു. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ ഈസിയാണ്. നമുക്ക് ഭയങ്കര റിലാക്സിങ് ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ മാക്രമേ അതുപോലെ ക്രോഷറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതുവരെ മനസ്സിലാക്കാത്തവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു. കാരണം നേരത്തെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവുക ആ ഒരു മാക്രമേ കോഡിന്റെ എൻഡ് കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലൂപ്പിനകത്തേക്ക് ഇടുന്നത് കുറെ പേർക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്ന് തോന്നുന്നു. അപ്പൊ നമ്മളിവിടെ മറന്നു പോവാതിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു സൈഡിൽ തന്നെ വീണ്ടും ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഞാനിവിടെ റൈറ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു റൈറ്റ് സൈഡിൽ വെച്ചിട്ടാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാലും ഒരു വട്ടം കൂടി ഞാനൊന്ന് പറയാം. റൈറ്റ് സൈഡിൽ നിന്ന് നമ്മളൊരു എൽ ഷേപ്പിൽ ഈ ഒരു റിങ്ങിന് മുകളിലേക്ക് നമ്മുടെ കോഡൊന്ന് വെച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ ലെഫ്റ്റ് സൈഡിലെ കോഡ് വെച്ചിട്ട് നമ്മുടെ റിങ്ങിന് താഴെ കൂടെ ആ ഒരു ലൂപ്പിനകത്തേക്ക് കോഡിനെ കിടത്തി കൊടുക്കണം. അപ്പൊ അതേ നമ്മൾ ലാസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എല്ലാം ഒരു ഈവൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ആ ഒരു പാറ്റേൺ ആയിക്കോളും. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു വട്ടം കൂടിയും ഒന്ന് ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു കോഡിന്റെ ബാക്കിയുള്ള പോർഷൻ
നയൻ കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ടൈ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാനിവിടെ ചെയ്ത സമയത്ത് എനിക്ക് 10 മീറ്റർ റോപ്പ് ആയിരുന്നു ഓൾറെഡി എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു 9 ടൈംസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ റോപ്പ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ 9 ടൈംസ് ചെയ്തോ, ലാസ്റ്റ് എത്തില്ല എന്നൊക്കെ തോന്നുമെങ്കിലും അത് കറക്റ്റ് ആയിട്ട് എത്തിക്കോളൂ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും മറക്കരുത്. അപ്പൊ ബായ്.